Welcome to my channel Tarot Oracle by ഇന്ദിര. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും വെല്ലുവിളി നേരിടുന്ന ഒരു സമയമുണ്ടാവും. എല്ലാവർക്കും ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടതായി വരും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മളിങ്ങനെ പകച്ചു നിൽക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് യൂണിവേഴ്സ് തരുന്ന സന്ദേശം എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം വരുന്ന കാർഡ് 5 ഓഫ് സോർട്സ് ആണ്. 5 ഓഫ് സോർട്സ് എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റിൻ്റെയും ഡിസഗ്രിമെൻറ്റിൻ്റെയും കാർഡാണ്. അതായത് അവിടെ തർക്കങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഈ തർക്കങ്ങൾ എന്നിട്ട് ഒരാൾ ഈ യുദ്ധത്തിൽ വിജയിച്ച് നിൽക്കുന്ന കാർഡാണ് കാണുന്നത്. അപ്പോൾ അവിടെ തർക്കങ്ങൾ നടക്കുന്നുണ്ട്, ഡിസഗ്രിമെൻ്റ് നടക്കുന്നുണ്ട്. അങ്ങനെ ആ യുദ്ധം ചെയ്ത് അയാൾ ബാറ്റിൽ വിജയിച്ച് നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അതാണ് അവിടുത്തെ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഓരോ തർക്കം നടക്കുന്നുണ്ട്, അതിൻ്റെ അടി നടക്കുന്നുണ്ട്. പക്ഷെ അയാൾ അതിൽ ഇപ്പോൾ തൽക്കാലം ജയിച്ചു വരുന്നുണ്ട്. പക്ഷേ അപ്പോൾ അയാളോട് ദ ഫൂൾ എന്ന് പറയണ അടുത്ത കാർഡ് വന്നേക്കണേ. ദ ഫൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ കാർഡാണ്. അതൊരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളെയാണ് കാണിക്കുന്നത്. ഇന്നസെൻ്റാണ്, ഭയങ്കര ക്യൂറിയോസിറ്റി ഉള്ള ആളാണ്, ഭയങ്കര എനർജറ്റിക്കാണ്. അപ്പോൾ പക്ഷെ അയാൾക്ക് പ്രായത്തിൻ്റെ പക്വത വന്നിട്ടില്ല. എടുത്തു ചാടി എന്തെങ്കിലും അങ്ങനെ ചെയ്യാനൊക്കെ ഉള്ള ഒരു സാധ്യതയുള്ള കാർഡാണ്. പക്ഷെ അവിടെയും വെല്ലുവിളിയുണ്ട്. ഈ പിന്നിൽ കാണുന്ന മലകളെ വെല്ലുവിളിയാണ് സൂചിപ്പിക്കുന്നത്. വെല്ലുവിളി അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ യൂണിവേഴ്സൽ പറയണത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ തന്നെയാണ്. കാരണം ഇത് വളരെ നല്ല സമയമാണ്. നിങ്ങൾ വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് തന്നെ പോകണം എന്നാണ് പറയുന്നത്. കാരണം ഈ പിന്നിൽ കാണിക്കുന്ന മലകളൊക്കെ വെല്ലുവിളി കാണിക്കുന്നതാണ്. അപ്പോൾ വെല്ലുവിളികളെ അതിജീവിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. ഈ ഡോഗിനെ കാണിക്കുന്നത് യൂണിവേഴ്സൽ സപ്പോർട്ടാണ്. നിങ്ങൾക്കൊരു യൂണിവേഴ്സൽ സപ്പോർട്ട് ഉണ്ടെന്നാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പിന്നത്തെ കാർഡ് വന്ന യൂണിവേഴ്സൽ കാർഡ് തന്നെയാണ്, ദ ഹെർമിറ്റ് എന്നുള്ളതാണ്. ഹെർമിറ്റ് പറയണത് ഒറ്റയ്ക്ക് പോകേണ്ടി വരും മുന്നോട്ട്. കാരണം ഇയാളൊരു സത്യാന്വേഷണിയാണ്. കാര്യങ്ങളെ സത്യമായിട്ട് അന്വേഷിച്ചിട്ട് മുന്നോട്ട് തന്നെ ഒറ്റയ്ക്ക് പോകേണ്ടി വരും. കാരണം തനിക്ക് നല്ല അറിവുള്ള സുപ്പീരിയർ നോളജുള്ള ആളാണ് ഇയാൾ. പക്ഷേ ഇദ്ദേഹം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും കാര്യങ്ങളൊക്കെ, നോളജൊക്കെ അറിവൊക്കെ പകർന്നു കൊടുക്കും. പക്ഷെ തൻ്റെ കാര്യം വരുമ്പോൾ കുറച്ച് പകർപ്പരങ്ങല്ലാണ്. അതെല്ലാവരും അങ്ങനെയാണല്ലോ. തൻ്റെ കാര്യം വരുമ്പോൾ വല്ലാത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പ്രത്യേകിച്ച് ഇത് വെല്ലുവിളിയുടെ സിറ്റുവേഷനാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതിന് കാര്യങ്ങളുടെ നിജസ്ഥിതി കൃത്യമായിട്ട് അന്വേഷിച്ച് മുന്നോട്ട് പോകണം തന്നെയാണ്. ഒറ്റയ്ക്ക് പോകേണ്ടി വരും ചിലപ്പോൾ. ഒറ്റയ്ക്ക് പോണ കാർഡാണത്. തീർത്ഥാടനത്തിൻ്റെയൊക്കെ കാർഡാണ്. അപ്പോൾ ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ട് പോകണം. പക്ഷേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂണിവേഴ്സൽ സപ്പോർട്ടുണ്ട്. അപ്പോൾ വെല്ലുവിളികൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് തർക്കം നടക്കുകയാണ്. ആ തർക്കത്തിൽ നമ്മൾ ജയിച്ചു, എന്നാലും അവിടെ വീണ്ടും വെല്ലുവിളികളുണ്ട്. പക്ഷേ ഈ വ്യക്തി ഈ വെല്ലുവിളിയൊക്കെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം തന്നെയാണ് യൂണിവേഴ്സ് പറയണേ. പക്ഷെ പോകാനുള്ള നല്ല സമയമാണ്, മുന്നോട്ട് തന്നെ പോകണം. പക്ഷേ യൂണിവേഴ്സ് സപ്പോർട്ടുണ്ട് അവിടെ. പക്ഷേ കാര്യങ്ങളുടെ നിജസ്ഥിതി നല്ലോണം സത്യങ്ങൾ അന്വേഷിച്ച് ഒറ്റയ്ക്ക് വെല്ലുവിളി അവഗണിച്ച് ഒറ്റയ്ക്ക് തന്നെ പോകണം എന്നുള്ള മെസ്സേജാണ് ഇതിൽ തരുന്നത്. അപ്പോൾ ഈ മെസ്സേജ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.